സെവൻത്ത് ക്വസ്റ്റ്യൻ ആണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ലോ. സോ എങ്ങനെയാണ് ഒരു ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അതായത് ലോ എവിടെ നിന്നാണ് വരുന്നത്, അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ, പാർലമെൻറ്റ്, അതുപോലെ ജുഡീഷ്യൽ പ്രസിഡൻറ്റ്, കസ്റ്റംസ് ഓർ യൂസേജ്, അതൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇത് പ്രോസസ്സ് ഉണ്ടാവുമല്ലോ, എങ്ങനെയാണ് ഒരു ലോ നിലവിലേക്ക് വരുന്നത്, ആ പ്രോസസ്സ് ഓഫ് മേക്കിംഗ് ലോ. ഇത് ജസ്റ്റ് 6 പോയിൻറ്റ്സ് ഉള്ളൂ. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ സിമ്പിളാണ്. ഇതൊക്കെ ഈ ഒരു പേജ് മാത്രമേ ഉള്ളൂ. അപ്പം ഒന്ന് നോക്കിയേ. വെൻ ദ ലോ ഈസ് പ്രൊപ്പോസ്ഡ് ഇൻ ദ പാർലമെൻറ്റ് ഇറ്റ് ഈസ് കോൾഡ് എ ബിൽ. അപ്പം ഒരു ലോ പാർലമെൻറ്റിൽ നമ്മളൊന്ന് അവതരിപ്പിക്കുന്നതിൻ്റെ മറ്റൊരു പേരാണ് പ്രൊപ്പോസ്. അപ്പം വെൻ ദ ലോ ഈസ് പ്രൊപ്പോസ്ഡ് ഇൻ ദ പാർലമെൻറ്റിൽ പ്രൊപ്പോസ് ചെയ്താൽ അതിനെ ബിൽ എന്നാണ് വിളിക്കുക. ഇറ്റ് ഈസ് കോൾഡ് എ ബിൽ. ഇറ്റ് ഈസ് കോൾഡ് എ ബിൽ. അപ്പം ഒന്നും കൂടിയും പറഞ്ഞേ, ഒരു ലോ എവിടെ പ്രൊപ്പോസ് ചെയ്താലാണ് അത് ബില്ലായി മാറുന്നത്? പാർലമെൻറ്റിൽ പ്രൊപ്പോസ് ചെയ്യുമ്പോഴാണ് ഒരു ലോ ബില്ലായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പം വെൻ ദ ലോ ഈസ് പ്രൊപ്പോസ്ഡ് ഇൻ ദ പാർലമെൻറ്റ് ഇറ്റ് ഈസ് കോൾഡ് എ ബിൽ. ബില്ല് എന്താണെന്ന് അറിയാൻ കണ്ട വി റിജക്റ്റ് വഖഫ് ബിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ മുസ്ലിംസിൻ്റെ ഒരു ഇതായിരുന്നു കണ്ടോ. അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ് ബില്ല് ഉണ്ടായിരുന്നില്ലേ, പൗരത്വ നിയമം എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ഭയങ്കര ഫേമസ് ആയിരുന്നു. അത് ബില്ലായിരുന്നു. അതായത് പാർലമെൻറ്റിൽ പ്രൊപ്പോസ് ചെയ്ത അപ്പം തന്നെ ആൾക്കാർ പ്രതിഷേധമാണ് ഈ കാണുന്നത്. ആഫ്റ്റർ ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ്. ഇനി അപ്പോൾ അത് ബില്ലായി മാറി, പാർലമെൻറ്റിൽ ഒന്ന് പ്രൊപ്പോസ് ചെയ്തുള്ളൂ അപ്പം തന്നെ. ആഫ്റ്റർ ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ്, ഇനി കുറച്ചൊക്കെ ഒന്നും ഡിസ്കഷനും പറയലും വാദവും തർക്കവും ഒക്കെ ആയി കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഡിസ്കഷൻ കൊടുത്തു, അവർ തമ്മിലൊക്കെ ഒന്ന് ആലോചിച്ചു, സംസാരിച്ചു. ഡിബേറ്റ്, പിന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വാദവും തർക്കമൊക്കെ ആയി. എന്നിട്ട് എന്ത് ചെയ്തു? ലോ ഈസ് പാസ്ഡ് ഇൻ ലോക്സഭ. അപ്പം ഞാൻ പറഞ്ഞു, എപ്പോഴും ഒരു നിയമം നിലവിലേക്ക് വരുമ്പോൾ ആദ്യം അത് പാസ്സാവുക ലോകസഭയിലാണ്. അപ്പം ലോ ഈസ് പാസ്ഡ് ഇൻ ലോക്സഭ. ആഫ്റ്റർ ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ് ലോ ഈസ് പാസ്ഡ് ഇൻ ലോക്സഭ. ദെയർ ആഫ്റ്റർ, അതിനുശേഷം അത് ഇറ്റ് ഹാസ് ടു ബി പാസ്ഡ് ഇൻ ദ രാജ്യസഭ. സോ ലോ എന്ന് പറഞ്ഞൊരു സിംഗിൾ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇറ്റ് ഹാസ് ഉപയോഗിച്ചത്. ഓക്കെ, ഇറ്റ് ഹാസ് ടു ബി പാസ്ഡ് ഇൻ ദ രാജ്യസഭ. ഇറ്റ് ഹാസ് ടു ബി പാസ്ഡ് ഇൻ ദ രാജ്യസഭ. അപ്പോൾ രണ്ടാമതാണ് രാജ്യസഭയിൽ പാസ് ചെയ്യണം എന്നുള്ളത്. സോ ദെയർ ആഫ്റ്റർ ഇറ്റ് ഹാസ് ടു ബി പാസ്ഡ് ഇൻ ദ രാജ്യസഭ. അപ്പോൾ ലോക്സഭയിൽ പാസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് IBBIയുടെ അവിടെ നമ്മൾ പറഞ്ഞില്ലേ, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ഒക്ടോബർ എന്നൊക്കെ പറഞ്ഞിട്ട് 2016 എന്ന് പറഞ്ഞിട്ട്, പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഇറ്റ് വാസ് ഗിവൻ സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറ്റ് വാസ് പാസ്ഡ് ഓൺ 5th May 2016 ഇൻ ലോക്സഭ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതന്നെ. അപ്പോൾ അതുപോലെ ഇവിടെ എന്താ, ദർ ആഫ്റ്റർ ഇറ്റ് ഹാസ് ടു ബി പാസ്ഡ് ഇൻ ദ രാജ്യസഭ. ഇറ്റ് ദെൻ ഹാസ് ടു ഒബ്റ്റെയിൻ ദി അസെൻറ്റ് ഓഫ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. പിന്നെ ലാസ്റ്റിൽ ഇറ്റ് ദെൻ. അപ്പോൾ ഫസ്റ്റത് എന്താ സംഭവിച്ചത്? പ്രൊപ്പോസ് ചെയ്തു ലോനെ പാർലമെൻറ്റിൽ, അപ്പോൾ അതിനെ ബില്ലെന്ന് വിളിച്ചു. പിന്നെ ഡിസ്കഷനും ഡിബേറ്റും ഒക്കെ കഴിഞ്ഞിന് അതിനെ ലോന് പിന്നെ പാസ് ചെയ്തത് ലോക്സഭയിലാണ്. ലോക്സഭയിൽ പാസ് ചെയ്തു, അപ്പോൾ തന്നെ അത് രാജ്യസഭയിലും പാസ് ചെയ്യണം. ദർ ആഫ്റ്റർ ഇറ്റ് ഹാസ് ടു ബി പാസ്ഡ് ഇൻ ദ രാജ്യസഭ. ഇറ്റ് ദെൻ ഹാസ് ടു ഒബ്റ്റെയിൻ ദ അസെൻറ്റ് ഓഫ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അതിനുശേഷം അസെൻറ്റ് എന്ന് പറഞ്ഞാൽ സമ്മതം. ആരുടെ? പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഇവിടുത്തെ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആരാണ്? ദ്രൗപദി മുർമു ആണ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. സോ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ അസെൻറ്റ്, സമ്മതം വാങ്ങണം, ഒബ്റ്റെയിൻ ചെയ്യണം. ഒബ്റ്റെയിൻ ദ അസെൻറ്റ് ഓഫ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഇറ്റ് ദെൻ ഹാസ് ടു ഒബ്റ്റെയിൻ ദ അസെൻറ്റ് ഓഫ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അതിനുശേഷം ഫൈനലി ലാസ്റ്റായിട്ട് എന്താ സംഭവിക്കുകയെന്നറിയോ? പ്രസിഡൻറ്റും കൂടെ നമുക്ക് നാലാമത്തെ ഒരു പ്രോസസ്സിലെ നാലാമത്തെ ഒരു ഘട്ടമാണ് നമ്മളുടെ പ്രസിഡൻറ്റ് അതിന് അസെൻറ്റ്, സമ്മതം മൂളണം. ഇറ്റ് ദെൻ ഹാസ് ടു ഒബ്റ്റെയിൻ ദി അസെൻറ്റ് ഓഫ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഫൈനലി ദ ലോ വിൽ ബി നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെൻറ്. ഫൈനലി അങ്ങനെ അവസാനമാകുമ്പോൾ ലോ എന്ത് ചെയ്തിരിക്കും? ആ നിയമം നോട്ടിഫൈ ചെയ്തിരിക്കും. നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെൻറ് ഇൻ ദ പബ്ലിക്കേഷൻ. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നറിയോ? അതൊരു നോട്ടീസ് പോലെ നോട്ടിഫൈ ചെയ്യും പബ്ലിക്കിന്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ദ ഒഫീഷ്യൽ ഗസറ്റി ഓഫ് ഇന്ത്യ. അതിനെയാണ് ഒഫീഷ്യൽ ഗസറ്റി ഓഫ് ഇന്ത്യ. ഇപ്പോൾ നോട്ടീസ് ബോർഡിൽ, ബുള്ളറ്റിൻ ബോർഡിലൊക്കെ നമ്മൾ അതിനെ പബ്ലിക്കിന് വേണ്ടിയിട്ട് നമ്മൾ പ്രദർശനത്തിന് കൊടുക്കില്ല, അതുപോലെ പബ്ലിക്കിന് എന്ത് ചെയ്യും? നമ്മൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യും. അതാണ് ഒഫീഷ്യൽ ഗസറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഫൈനലി ദ ലോ വിൽ ബി നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെൻറ്. ആരാ നോട്ടിഫൈ ചെയ്യുന്നത്? ഗവൺമെൻറ് ആണ് ചെയ്യുന്നത്. ഇൻ ദ പബ്ലിക്കേഷൻ. എവിടേക്ക്? ഇൻ ദ പബ്ലിക്കേഷൻ. അപ്പോൾ എന്താ ഗവൺമെൻറ് ചെയ്യുന്നത്? നോട്ടിഫൈ ആണ് ചെയ്യുന്നത്. നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെൻറ് ഇൻ ദ പബ്ലിക്കേഷൻ ആൻഡ് ഈസ് കോൾഡ് ദ ഒഫീഷ്യൽ ഗസറ്റി ഓഫ് ഇന്ത്യ. അതിന് ഒഫീഷ്യൽ ഗസറ്റി ഓഫ് ഇന്ത്യ എന്നാണ് പറയാം.
ഇനി അതിനുശേഷം ദ ലോ വിൽ ബിക്കം അപ്ലിക്കബിൾ. ഇനി എന്ന് തൊട്ടാണ് ഇത് പ്രാവർത്തികമാകുന്നത്? ലോ വിൽ ബിക്കം അപ്ലിക്കബിൾ, വിൽ ബിക്കം അപ്ലിക്കബിൾ ഫ്രം ദ ഡേറ്റ് മെൻഷൻഡ് ഇൻ ദ നോട്ടിഫിക്കേഷൻ ആസ് ഇഫക്റ്റീവ് ഡേറ്റ്. So the law will become applicable from the date mentioned in the notification as effective date. അപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ദ ലോ വിൽ ബിക്കം അപ്ലിക്കബിൾ ഫ്രം ദ ഡേറ്റ് മെൻഷൻഡ് ഇൻ ദ നോട്ടിഫിക്കേഷൻ ആസ് ഇഫക്റ്റീവ് ഡേറ്റ്. അതായത് ഏത് ഡേറ്റ് ആണോ ആ നോട്ടിഫിക്കേഷനിൽ ഒഫീഷ്യൽ ഗസറ്റ് ഓഫ് ഇന്ത്യ ആക്കിയിട്ട് നമ്മൾ പബ്ലിക്കേഷനിലേക്ക് നോട്ടിഫൈ ചെയ്യില്ലേ, അപ്പം അവിടെ ഏത് ഡേറ്റ് ആണോ ഉള്ളത് ആ ഡേറ്റിനെ എന്നാണ് ഇഫക്റ്റീവ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുക നോട്ടിഫിക്കേഷനിൽ, അന്ന് തൊട്ടായിരിക്കും. അപ്പോൾ ആ ഇഫക്റ്റീവ് ഡേറ്റ് എന്നാണോ അന്ന് തന്നെ ലോ അപ്ലിക്കബിൾ ആവും. പ്രാവർത്തികമായിട്ട് എല്ലാവരും അത് ആ നിയമം പാലിക്കണം എന്നുള്ള രീതിക്ക് വരും. ദ ലോ വിൽ ബിക്കം അപ്ലിക്കബിൾ ഫ്രം ദ ഡേറ്റ് മെൻഷൻഡ് ഇൻ ദ നോട്ടിഫിക്കേഷൻ ആസ് ഇഫക്റ്റീവ് ഡേറ്റ്. ഈ നോട്ടിഫിക്കേഷൻ ഡേറ്റും അതുപോലെ തന്നെ ഇഫക്റ്റീവ് ഡേറ്റും വ്യത്യാസമുണ്ട്. ഓക്കെ, നോട്ടിഫിക്കേഷനിൽ എന്നാണ് ഇഫക്റ്റീവ് ആവുമെന്ന് പറയുന്നത് അന്നായിരിക്കും ഇഫക്റ്റീവ് ആവുക. അപ്പോൾ നോട്ടിഫിക്കേഷനും ഇഫക്റ്റീവ് ഡേറ്റും രണ്ടും രണ്ടാണ്. ഓക്കെ, വൺസ് ഇറ്റ് ഈസ് നോട്ടിഫൈഡ് ആൻഡ് ഇഫക്റ്റീവ്. അപ്പോൾ അങ്ങനെ ഒരിക്കൽ അത് നോട്ടിഫൈ ചെയ്തു, അത് ഇഫക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ആൻ ആക്ട് ഓഫ് പാർലമെൻറ്റ്. ആൻ ആക്ട് ഓഫ് പാർലമെൻറ്റ് എന്നാണ് പറയുക. എ ആക്ട് ഓഫ് പാർലമെൻറ്റ് എന്നല്ല, ആൻ ആക്ട് ഓഫ് പാർലമെൻറ്റ്. എന്തുകൊണ്ടാണ് എ എന്ന് പറഞ്ഞ ആക്ടിൻ്റെ ഫസ്റ്റത്തെ ലെറ്ററായി എ എന്ന് പറഞ്ഞത് വോവൽ സൗണ്ടാണ്. വോവൽസിൻ്റെ മുമ്പിലൊക്കെ നമ്മൾ ആൻ ആണ് യൂസ് ചെയ്യുക അല്ലേ. സോ ആൻ ആക്ട് ഓഫ് ദ പാർലമെൻറ്റ്. സോ the law will become applicable from the date mentioned in the notification as effective date. Once it is notified and effective, it is called an act of parliament. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. when the law is proposed in the parliament, it is called a bill. After discussion and debate, the law is passed in the Lok Sabha. Then thereafter, it has to be passed in the Rajya Sabha. It then has to obtain the assent of the President of India. Finally, the law will be notified by the government in the publication and it is called the Official Gazette of India. The law will become applicable from the date mentioned in the notification as effective date. Once it is notified and effective, it is called an Act of Parliament. Okay. So once again ഞാൻ പറയാം, when the law is passed in the parliament, it is called a bill. So it is called a bill. After discussion and debate, it has to be it is passed in the Lok Sabha. Thereafter, it has to be passed in the Rajya Sabha. It then has to obtain the assent of the President of India. Finally, the law will be notified in the government, notified by the government in the publication, and it is called Official Gazette of India. The law will become applicable from the date mentioned in the notification as effective date. Once it is notified and effective, it is called an Act of Parliament. ഇത് ഞാൻ കാണാണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും കിട്ടും. ഒന്ന് പോസ് ചെയ്തിട്ട് കാണാണ്ട് പറയാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യേ.